Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായില്ലേ നമ്മൾ ഒരു ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിയ ഏകദേശം ഒരു 10-15 ബുക്സ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ജോൺ ഗ്രീനിന്റെ ടേർട്ടിൽസ് ഓൾ ദ വേ ഡൗൺ എന്ന് പറയുന്നത് ഈ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്കിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ജോൺ ഗ്രീനിന്റെ ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ആ ബുക്കാണ് ഞാൻ കുറച്ചുകൂടി കൂടുതൽ കേട്ടിട്ടുള്ളത്, ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. പക്ഷെ ഈ ബുക്കിനെ പറ്റി എനിക്ക് അധികം അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് ഇമോഷണൽ അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബുക്കാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ജോൺ ഗ്രീനിന്റെ ടേർട്ടിൽസ് ഓൾ ദ വേ ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. അടുത്ത എൻ്റെ ഫേവററ്റ് ഓതറിന്റെ ബുക്കാണ് അഗത ക്രിസ്റ്റിയുടെ ഡെത്ത് ഓൺ ദി നൈൽ എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അഗത ക്രിസ്റ്റിയുടെ ബുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ക്രൈം, മർഡർ, മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ബുക്കായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതില് ഒരു ക്രൂയിസ് ട്രിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ആ ട്രിപ്പിനിടയിൽ നൈൽ, അതായത് ഈജിപ്തിൽ വെച്ചിട്ട് ഈ ക്രൂസിൽ വെച്ചിട്ട് ഫസ്റ്റ് പാസഞ്ചറിന് ഗൺ ഷോട്ട് ഏക്കുവാണ്. അപ്പോൾ ഹെർക്യൂൽ പോയറട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബുക്കിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ, ഡെത്ത് ഓൺ ദി നൈൽ. ഒരുപാട് അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടിയ നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് ഒന്നിലും ഒരു റീഡിംഗ് വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഒരു സോൾവിങ് മർഡർ മിസ്റ്ററി ടൈപ്പ് വീഡിയോ ആയിട്ടോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ, ഇതെങ്ങനെയാ എന്ത് രീതിയിൽ ഇതിന്റെ വീഡിയോ വേണം എന്നുള്ളത്. എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഈ ബുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് മർജാൻ കമാലിയുടെ ദ ലയൺ വുമൺ ഓഫ് തെഹ്റാൻ എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ് കേട്ടോ. അപ്പം മർജാൻ കമാലിയുടെ ദ സ്റ്റേഷനറി ഷോപ്പ് ഓഫ് തെഹ്റാൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിവ്യൂ പോലെ. എനിക്കറിയത്തില്ല ഇതും അതുപോലത്തെ ആ ഒരു ജോൺറയിൽ വരുന്ന ബുക്കാണോ എന്ന് അറിയത്തില്ല, ഇമോഷണലാണ് അങ്ങനത്തെ ഒരു ബുക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിലെ സ്റ്റോറി നടക്കുന്നത് 1950 ടെഹ്റാനിൽ വെച്ചിട്ടാണ്. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേഷനറി ഷോപ്പ് ഓഫ് ടെഹ്റാനിലെ പോലെ തന്നെ കുറേയൊക്കെ സിമിലർ ആയിരിക്കാം ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിലും സ്ട്രോങ് വുമനെ പറ്റിയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു സ്റ്റോറി ആവാനാണ് ചാൻസ്. ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു നല്ലൊരു ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആവാനാണ് ചാൻസ്. എന്തായാലും ആ ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇതും ഇഷ്ടമാവും എന്ന് വിചാരിച്ച് ഞാൻ ഈ ബുക്ക് വാങ്ങിയതാണ്. നമുക്ക് വായിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയൊരു ബുക്കാണ് ഹൗ ടു കിൽ യുവർ ഫാമിലി. അപ്പോൾ ഈ ഓഥറിന്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു ബുക്ക് വായിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ബുക്കാണ് കേട്ടോ, ഹൗ ടു കിൽ യുവർ ഫാമിലി എന്ന് പറഞ്ഞാൽ. അതായത് ഡാർക്ക് ഹ്യൂമർ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് ഞാൻ എന്നെ കേട്ടിട്ടുള്ളത്. മീറ്റ് ഗ്രേസ് ബെർണാഡ്, daughter, sister, serial killer. Grace has lost everything and she will stop at nothing to get revenge. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡാർക്ക് ഹ്യൂമർ ഒക്കെ മിക്സ് ചെയ്ത ഒരു റിവെഞ്ച് സ്റ്റോറി ആവാനാണ് ചാൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ, ഡാർക്ക് ഹ്യൂമർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്ക് വായിക്കുന്നത് ആദ്യമായിട്ടാണ്. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ടെയ്ലർ ജെങ്കിൻസ് റീഡിന്റെ ദ 7 Husbands of Evelyn Hugo. ഈ ബുക്ക് ഒരുപാട് പേരുടെ ഓൾ ടൈം ഫേവറേറ്റ് ബുക്കായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഓൾ ടൈം ഫേവറേറ്റ് ബുക്കാണ്. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് പേജാവും. ഞാൻ 96th പേജിലാണ്, കാണുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ബുക്കായിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്കാണ് ടെയ്ലർ ജെങ്കിൻസ് റീഡിന്റെ. എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി ബുക്കാവാനാണ് ചാൻസ്. അപ്പോൾ നല്ല എക്സ്പെക്ടേഷനോടുകൂടി വെയിറ്റ് ചെയ്യണം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഓതേഴ്സിൽ ഒരാളായിട്ടുള്ള ഫ്രീഡ മെക്ഫാഡന്റെ ദ ഹൗസ് മെയ്ഡ് ഇസ് വാച്ചിങ്, ദ ഹൗസ് മെയ്ഡ് സീരീസിലെ ഒരു ബുക്കാണ് കേട്ടോ ഇത്, ദ ഹൗസ് മെയ്ഡ് ഇസ് വാച്ചിങ്. ഇത് വാങ്ങിയിട്ട് കുറേ നാളായി, ഞാനിത് വായിച്ച് തീർന്നായിരുന്നു ഓൾറെഡി. ഈ ബുക്ക് എനിക്ക് എന്താ പറയുക, ഈ ബുക്ക് കുഴപ്പമില്ല കേട്ടോ. അതായത് ഹൗസ് മെയ്ഡ് സീരീസിലെ വേറൊരു ബുക്കുണ്ട്, ദ ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് ഭയങ്കര ഹൈഡ് ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു, പക്ഷെ എനിക്ക് ആ ബുക്ക് അത്ര ഇഷ്ടമായില്ല. എന്താണെന്നറിയത്തില്ല, എനിക്കതിൽ അത്ര സസ്പെൻസ് ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ബുക്ക് നല്ലൊരു ബുക്കാണ് കേട്ടോ. ആ സീരീസിൽ തന്നെ മൂന്നാമത്തെ ഒരു ബുക്കുണ്ട്,
അത് നമുക്ക് നമ്മുടെ ഹാളിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം. ഈ ബുക്കിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ ഇതും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ, ഫ്രീഡ മെക്ഫാഡന്റെ ബുക്സിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോഴെങ്ങാനും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ബുക്കിനെ പറ്റി പറയാം. എന്തായാലും ഈ ബുക്ക് നല്ല അടിപൊളി ബുക്കായിരുന്നു കേട്ടോ. ഫ്രീഡ മെക്ഫാഡൻ ബുക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റീഡിങ് സ്ലംബിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് ബുക്സ് ഒന്നും വായിക്കാൻ തോന്നില്ല, ഒരു ബുക്സും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീഡ മെക്ഫാഡൻ ബുക്കും അല്ലെങ്കിൽ അഗത ക്രിസ്റ്റി ബുക്സും ഒക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് വായിച്ച് തീർക്കാനും പറ്റും, നമുക്ക് പിന്നെ വായനയിലോട്ട് തിരിച്ച് വീണ്ടും വരാനായിട്ടും സാധിക്കും. അങ്ങനെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബുക്സാണ് കേട്ടോ ഇവരുടെയൊക്കെ ബുക്സ്. പെട്ടെന്ന് വായിച്ച് തീരും ഈ ബുക്സ്. നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് വായിക്കാനും കാണും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിലെ പ്രിൻ്റൊക്കെ അത്യാവശ്യം വലിയ പ്രിൻ്റൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് വായിച്ചു തീരാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവരുടെയൊക്കെ റൈറ്റിംഗ്സിന് സാധിക്കുന്നുണ്ട്. 7ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സുധാ മൂർത്തിയുടെ 3000 സ്റ്റിച്ചസ് എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ. ഈ ബുക്ക് ഓർഡിനറി പീപ്പിൾ എക്സ്ട്രോർഡിനറി ലൈഫ്സ്. അപ്പോൾ സുധാമൂർത്തി എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ, ഇൻഫോസിസിന്റെ ഒക്കെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സുധാമൂർത്തിയുടെ ബുക്കാണിത്. അപ്പോൾ ഈ ബുക്കിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ബുക്ക് സുധാമൂർത്തി എഴുതിയ ഒരുപാട് ബുക്സിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്ക് ഇതാണ് കേട്ടോ. 3000 സ്റ്റിച്ചസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. ഇത് പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുമാത്രമല്ല വളരെ കുറച്ച് പേജസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രിന്റൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഒരു നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ് കേട്ടോ. ഷൂ ഡോഗ് ബൈ ഫിൽ നൈറ്റ്. അറിയായിരിക്കുമല്ലോ ഫിൽ നൈറ്റിനെ എല്ലാവർക്കും, നൈക്കിയുടെ ഫൗണ്ടറാണ്. ഇതും ഒരു നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ്. അതായത് ഫിൽ നൈറ്റ് ഈ ഒരു ബ്രാൻഡ് കണ്ടെത്തുന്നതും അതിൻ്റെ സ്റ്റോറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നോൺ ഫിക്ഷൻ ബുക്സ് വായിക്കണം എന്ന് കരുതിയിട്ട് കുറച്ച് ആരുടെങ്കിലൊക്കെ ഈ റിയൽ ലൈഫ് സ്റ്റോറീസ്, സ്ട്രഗിൾസ് ഒക്കെ വായിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിയ ഒരു ബുക്കാണ്. അടുത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഒരു മർഡർ മിസ്റ്ററി ബുക്കായിട്ട് നമുക്ക് കരുതാം, ത്രില്ലർ ബുക്കായിട്ട് നമുക്ക് കരുതാം. ഗോൺ ഗേൾ ബൈ ജിലിയൻ ഫ്ലിൻ. ഈ ബുക്ക് ഇത് ഞാൻ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് ഇതിൻ്റെ എന്താണ് PDF ഡൗൺലോഡ് ചെയ്ത് ഞാൻ കുറച്ച് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ബുക്കായിട്ട് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം ബൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തപ്പോൾ അത്രയും പേജ് ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല, എന്താണെന്നറിയത്തില്ല. പക്ഷെ ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു എൻഡിങ് എന്നൊക്കെ പറയാം ഈ ബുക്കിന്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് ഈ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. There are two sides of every story. നിക് ഡ്യൂണും ആമിയും മാരീഡ് ആണ്. അപ്പം 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ആമി പെട്ടെന്ന് മിസ്സിങ് ആവുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതും ഞാൻ ഇതിനൊരു ഭയങ്കര പോപ്പുലർ ആണ് എന്ന് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു നല്ല ബുക്കാവാനാണ് ചാൻസ്. കാര്യം ഞാനിത് സ്റ്റാർട്ടിങ് വായിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേജസ് വരെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതായിപ്പോയത്. വായിച്ചത് വരെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഇതായിരുന്നു. എന്താണ്, ഒരു ഡാർക്ക് ട്വിസ്റ്റഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കണക്കത്തെ ഒരു ബുക്കായിരുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യണം. ഗോൺ ഗേൾ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു അഗത ക്രിസ്റ്റി ബുക്കാണ് കേട്ടോ. ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ്. അപ്പോൾ ഇതാണ് അഗത ക്രിസ്റ്റിയുടെ ഏറ്റവും ഫസ്റ്റ് ബുക്ക്. അഗത ക്രിസ്റ്റിയുടെ ഏറ്റവും ഫസ്റ്റ് ബുക്കാണ് കേട്ടോ ഇത്.
ഒത്തിരി വർഷം പഴക്കമുണ്ട് ഈ ബുക്കിന്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഈ ബുക്കിന്. അഗത ക്രിസ്റ്റിയുടെ മിക്ക ബുക്സിലും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആവാനാണ് ചാൻസ് ഇതിലും. അതായത് ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യുന്ന ക്രൈം, മർഡർ, മിസ്റ്ററി, ചിലപ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസിലുള്ളൊരു മർഡർ, മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ആവാനാണ് ചാൻസ്. എന്തായാലും ആദ്യത്തെ ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ അഗത ക്രിസ്റ്റിയുടെ റീസെന്റ് ബുക്സിനെക്കാളും, റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ള ബുക്സിനെക്കാളും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്ന് എനിക്കറിയണം. അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. വളരെ വളരെ കുറച്ച് പേജസേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഞാൻ പറ്റുമെങ്കിൽ ഒരു മർഡർ മിസ്റ്ററി സോൾവിങ് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത ബുക്ക് എന്ന് പറയുന്നത് വിൽ ഡീനിന്റെ ബ്ലാക്ക് റിവർ എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ. അപ്പോൾ 1 കിഡ്നാപ്പിംഗ്, 1 ലയർ, 1 ചാൻസ്, ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ വേർഡ്സ് കണ്ടപ്പോഴാണ് ഞാനിതൊന്ന് ഇതെടുക്കാം എന്ന് പറഞ്ഞ് ഞാനിത് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ അധികം കേട്ടിട്ടില്ല ഈ ബുക്ക്. ഈ ഓഥറിനെ പറ്റി ഞാൻ അധികം കേട്ടിട്ടില്ല. പിന്നെ ഇത് ഞാൻ ക്രോസ് വേർഡിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റിയും എനിക്ക് അധികം അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓഥറിന്റെ ബുക്ക് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചിട്ട് ഞാനിതൊരു പറ്റുമെങ്കിൽ ഒരു റീഡിംഗ് വ്ലോഗായിട്ടോ അല്ലെങ്കിൽ വേറെ ബുക്സിന്റെ കൂടെ ആയിട്ട് റിവ്യൂ പോലെ ചെയ്യാം. അടുത്തത് ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ജോർജ് എസ് ക്ലെയ്സന്റെ ബുക്കാണ് കേട്ടോ. ഇതും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്. വളരെ വളരെ കുഞ്ഞു ബുക്കാണ്. പെട്ടെന്ന് വായിക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ജസ്റ്റ് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് നോൺ ഫിക്ഷൻ ബുക്സ് വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ്. അടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രീഡ മക്ഫാഡന്റെ ഹൗസ് മെയ്ഡ് സീരീസിലെ 3ാമത്തെ ബുക്കും വാങ്ങിയിട്ടുണ്ടെന്ന്. ദ ഹൗസ് മെയ്ഡ് സീക്രട്സ്, ഈ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രീഡ മക്ഫാഡന്റെ ഹൗസ് മെയ്ഡ് സീരീസിൽ വരുന്ന ബുക്കാണ് കേട്ടോ ഇതും. ദിസ് പെർഫെക്റ്റ് ഹോം ഹാസ് 1 റൂൾ, ഡോണ്ട് ലുക്ക് ബിഹൈൻഡ് ക്ലോസ് ഡോർസ്. അപ്പോൾ ഈ ബുക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. ഇതിലും അതേപോലത്തെ നമ്മുടെ ഒരു ട്വിസ്റ്റഡ്, ഒരു അൺയൂഷ്വൽ ബിഹേവിയർ ഒക്കെ കാണിക്കുന്ന ഒരു ഹൗസ് മെയ്ഡിന്റെ സ്റ്റോറി ആവാനാണ് ചാൻസ്. അത് തന്നെയാണ് സംഭവം. നമുക്ക് വായിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരു ഫ്രീഡ മക്ഫാഡൻ ബുക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിൽ പറയാം. അപ്പോൾ ഇതും ഞാൻ നല്ല എക്സ്പെക്ടേഷനോടെ വാങ്ങിച്ചതാണ്. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഒരു ഹാർഡ് കവർ ആണ് കേട്ടോ. ഹാർഡ് കവർ ബുക്കാണ്. ഹാർഡ് കവർ ബുക്കാണ്. ഹൗ ടു ബി എ ബോസ് ബൈ ലില്ലി സിംഗ്. ഇതും ക്രോസ് വേർഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ് കേട്ടോ. ഒരു നോൺ ഫിക്ഷൻ സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഈ ലില്ലി സിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫിൽ ഈ ഹാബിറ്റ്സ് കൊണ്ടുണ്ടായ ചേഞ്ചസും ഗ്രോത്തും ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. നല്ലൊരു ബുക്കാണ്. ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്. ഇതിൽ ഈ നറേറ്റർ നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് കുറച്ച് ഭാഗങ്ങൾ, കുറച്ചല്ല എല്ലാ പോർഷൻസിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. അത് നല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം എന്താണ്, നമ്മുടെ അടുത്ത് ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഹൗ ടു ബി എ ബോസ് ബൈ ലില്ലി സിംഗ്. ഞാൻ പകുതി വരെ വായിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. നല്ല ബുക്കാണ്, അടിപൊളി ബുക്കാണ്. ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വാങ്ങിച്ച് വായിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് സർവൈവർ ബൈ ഫ്രാങ്ക് ക്രെയ്ക്ക്. ഇതും ക്രോസ് വേർഡിൽ നിന്ന് വാങ്ങിച്ച ബുക്കാണ് കേട്ടോ. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ സമയത്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് സർവൈവ് ചെയ്ത ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ദ ലാസ്റ്റ് സർവൈവർ. എനിക്ക് റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കണമെന്ന് തോന്നി, പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തതാണ് ഈ ബുക്ക്. ഇതും ഒരു ഹാർഡ് കവറാണ്. അപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് ഈ ആ ഒരു കാലഘട്ടത്തിലെ ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമോഷണലും ഹാർട്ട് വാമിങ്ങും ഒക്കെ ആവാനാണ് ചാൻസ് ഈ ബുക്ക്. അപ്പം സർവൈവർ എന്താണ്, ഒരു സർവൈവർ ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനത്തെ ഒരു ടൈപ്പ് ബുക്കാണ്. അപ്പോൾ ഇതും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാക്സിമം കട്ട് ചെയ്ത് ഷോർട്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.